हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവന പരീക്ഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കർക്കിടകം 7. അപ്പം ഇന്ന് നമ്മൾ രാമായണ മാസം അന്നദാനം കൊടുക്കുന്നത് വളരെ 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 ശ്രേയസ്കരമാണ്. പൊതുവേ നിങ്ങൾക്കറിയാം, രാമായണ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വളരെയധികം വ്രതശുദ്ധിയും അതുപോലെ പ്രകൃതിയിൽ തന്നെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു മാസമാണ്. പിതൃക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ബലിയിടുന്ന മാസമാണ്. വർഷത്തിലൊരിക്കൽ പിതൃക്കളെ സ്മരിക്കുകയും എല്ലാ പ്രാവശ്യവും സ്മരിക്കുന്നുണ്ട്, എങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സ്മരണയും അതുപോലെ ശ്രീരാമസ്വാമിയുടെ രാമായണവും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു പുണ്യമായ മാസം, ആ മാസമാണ് നമ്മുടെ രാമായണ മാസം. അപ്പോൾ ഈ രാമായണ മാസത്തിൽ നമ്മൾ മഞ്ജരീസിലൂടെ അന്നദാനം കുറിച്ച് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ചെന്നൈയിലായതുകൊണ്ട് മാക്സിമം നമ്മൾ അവിടെയാണ് കൊടുക്കാറ്. അപ്പം ഇപ്പോൾ കേരളത്തിലുണ്ട്, അതും ഗുരുവായൂർ. അപ്പം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ മണ്ണിൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം അന്നദാനം കൊടുക്കാനുള്ളൊരു അവസരമാണ്. അതും രാമായണ മാസത്തിൽ ശ്രീരാമസ്വാമിയുടെ ഒരു അനുഗ്രഹം, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹം നമുക്ക് കിട്ടാനും നമ്മുടെ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനും പിതൃക്കളെ സ്മരിക്കാനും അതുപോലെ അവരുടെ അനുഗ്രഹം കിട്ടാനും ഒക്കെ നമ്മൾ ഈ മാസം ഇങ്ങനെയുള്ള ഒരുപാട് ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പിതൃക്കൾക്ക് നമ്മൾ ഈ മാസം ബലിയിടുമല്ലോ. അപ്പം പൊതുവേ നമ്മുടെ കുടുംബത്തിലും 7 തലമുറയിലും ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം അവർ മരിച്ച മാസങ്ങൾ ഒരു പക്ഷേ ഈ കർക്കിടകമല്ല എങ്കിൽ കൂടിയും അവർക്ക് വേണ്ടി നമ്മൾ ബലിയിടാറുണ്ട്. അപ്പോൾ ആ ഒരു സ്മരണാർത്ഥം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അന്നദാനം നടത്താം. നമ്മുടെ അന്നദാനത്തിൻ്റെ പ്രത്യേകതയും നിങ്ങൾക്കറിയാം. ഞാൻ അന്നദാനം തന്നാലും ലൈവ് ഇടാതെ ചെയ്യില്ല, ലൈവ് ഇട്ടിട്ടേ ചെയ്യാറുള്ളൂ, അല്ലേ? ലൈവ് ഇടാതെ ചെയ്യില്ല. പിന്നെ അതുപോലെ നമ്മൾ വെള്ളവും ഭക്ഷണവും ഒരുമിച്ചാണ് കൊടുക്കുക. ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നതും. ഒരാളുടെ അന്നദാനം പോലും നമുക്ക് വിട്ടു പോവില്ല. ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോയാൽ കൂടിയും ഒരാളുടെയും നമ്മൾ മിസ് ചെയ്യാറില്ല. അന്നദാനം കൊടുക്കാറുണ്ട്, അത് ലൈവിട്ട് തന്നെ കൊടുക്കും. അത് മഞ്ജരീസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വളരെ കുറച്ച് ദിവസം അത്രയേ ഉള്ളൂ ഞാനിവിടെ ഗുരുവായൂർ. അപ്പോൾ നമുക്ക് ആ സമയം മാക്സിമം പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം, അല്ലേ? ഇന്നിപ്പോൾ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് റിനൂഷ് അശ്വതി 11, ആരുഷ് പൂരുരുട്ടാതി 2, ലാലി ശ്രീനിവാസൻ 5, പുഷ്പാരവി 4, ശ്രീജിന ഷിനീഷ് 2, ജയന്തി തിരുവാതിര 1, വിഷ്ണു തിരുവാതിര 2, മിഥുൻ രോഹിണി 2, ജയന്തി ശങ്കർ നാരായണൻ 5, രാജൻ ജ്യോതി ശിവാനന്ദ് ശ്രീലക്ഷ്മി 5, മോഹൻദാസ് 3, ബിജു കൊല്ലം 11, രവി പുണർത്തം 6, നീതു കൃഷ്ണ 3, അനഗായസ് ബാബു അയനായസ് ബാബു 3, നിഷ 2, ആദിത്യ വിശ്വാൻ 2, അഭിറാം തിരുവോണം 11, ശരവണൻ 1, അതുൽ അവിട്ടം 6, പാർവതി 2, സ്വാതി AS UK 2. ഓക്കെ, അങ്ങനെ നമ്മൾ 91 ഫുഡല്ലേ ദിവ്യ? 91 ഭക്ഷണമാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പം നാളെ അന്നദാനം കൊടുക്കണം. ഇന്ന് കർക്കിടകം 8. നാളെ അന്നദാനം കൊടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി എനിക്ക് മെസ്സേജ് ഇടുക. അപ്പം നാളത്തെ അന്നദാനത്തിന് കുറച്ച് ഫുഡ് വേണം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ കർക്കിടക മാസത്തിലെങ്കിലും നമ്മൾ പട്ടിണി പാവങ്ങളെ ഓർക്കാനും അവർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്മരണാർത്ഥം അവർക്ക് ഭക്ഷണം കൊടുക്കാനും സാധിച്ചാൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ്. നമ്മളിങ്ങനെ കൊടുക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെതൊന്നും ഒരിക്കലും ആ നന്മയൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെറുതെ ആയി പോവില്ല. വളരെ നല്ല അനുഗ്രഹവും ശ്രേയസ്സും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളുടെ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലും എല്ലാം വളരെ ശ്രേയസ്കരമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് വരിക നമ്മൾ അന്നദാനം കൊടുക്കുന്നതിലൂടെ. അപ്പം അതുകൊണ്ട് മഞ്ജരീസിൻ്റെ ഫോണുണ്ടോ കയ്യിൽ? ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം അന്നദാനം കൊടുക്കാൻ ശ്രമിക്കുക. അത് ഈ മാസം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് ഈ മാസം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചെന്നൈയിലുള്ളവർ നമ്മളെ കാത്തിരിക്കുക. സത്യം, ചെന്നൈയിലുള്ളവർ ഫുഡിന് വേണ്ടി നമ്മളെ കാത്തിരിക്കുകയാണ്. അത് വേറൊരു വാസ്തവം.
അതുകൊണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അറിയിക്കാം. വേറെ എന്താണ് വിശേഷം എല്ലാവരുടെയും? അതെ, നീ ചെല്ലുമ്പോൾ അയ്യോ എന്താ വരാത്തെ, എത്ര ദിവസമായി, എത്രയോ ദിവസങ്ങളായി, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ പരാതികളെല്ലാം നമുക്ക് കേൾക്കാം. പിന്നെ ഈ ദിവസങ്ങളിൽ കഴിയുന്നതും എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട് വയ്ക്കുക. ഞാൻ കുറച്ചായിട്ട് മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഞാൻ അതിനുള്ള മറുപടി തരാം. ആരും പരാതിപ്പെടണ്ട. ഓക്കെ, വേഗം തന്നെ റിപ്ലൈ തരാം കേട്ടോ. ആ പാപ്പന് അതുകൊണ്ട് മെസ്സേജ് ഇട്ടോളൂ അമ്മേ, എനിക്ക് മഞ്ചരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പം ഞാൻ അന്നദാനത്തിൻ്റെത് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. മെസ്സേജ് ഇട്ടോ. ഒരപ്പാപ്പ പിന്നിലൊരാൾ പോയി. ഗുരുവായൂർ വന്ന് നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. വിഷ്ണു പറയാം ഞാൻ കരയൂട്ടോ അമ്മ പോകുമ്പെന്ന്. എന്നിട്ട് അവൻ പറയല എന്തായിരിക്കും പോയി കഴിഞ്ഞാൽ സമാധാനമായി, ഇല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് തുടങ്ങും എണീക്കെന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി ശല്യം ചെയ്യാൻ. എന്നോട് രാവിലെ 5 മണിക്ക് ഞാൻ വിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയാം അമ്മ കുറച്ചു നേരം കൂടി അമ്മേ. ഞാൻ പറയും മതി ഉറങ്ങിയത്, കുറെ നേരമില്ല നീ ഉറങ്ങുന്നത്, എണീക്ക് അവിടെ നിന്ന് പറയും. എന്നിട്ട് ലൈറ്റൊക്കെ ഇടും. വിഷ്ണുവിനെ എങ്ങനെ എഴുന്നേൽപ്പിക്കുക? ഈ ദിവ്യനെ എഴുന്നേൽപ്പിക്കുന്നത് അതിലും കഷ്ടപ്പാടാണ്. പുതപ്പൊക്കെ പിടിച്ച് വലിച്ച് ചീത്ത പറഞ്ഞ് ബഹളം കൂട്ടിയാലേ എഴുന്നേക്കത്തുള്ളൂ. ഇവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എന്നാൽ എഴുന്നേറ്റാലോ പച്ചക്കുതിര സിനിമയിലെ ദിലീപേട്ടനെ പോലെയാ ഫുഡേ എന്നും പറഞ്ഞിട്ട് ബഹളം. അത് വേറെ കഥ. ആ, അവരുടെ അലാറമാണ് ഞാനെന്നാ പറയണേ. ഹരേ കൃഷ്ണ. വലിയ എന്താ പറയാ ടാസ്ക്കാണ് ഇവരെ എഴുന്നേൽപ്പിക്കല്. ഉറങ്ങാനും സമ്മതിക്കില്ല, മിണ്ടായിരിക്കും പറയും എന്നോട്. എന്നാലും ഞാൻ വിടൂല. ഉരുട്ടി എങ്ങനെങ്കിലൊക്കെ എഴുന്നേൽപ്പിക്കും. ഇതിന് ഉറക്കില്ലാന്ന് ഓർത്തിട്ട് മറ്റുള്ളവരെ കിടന്ന് ശല്യം ചെയ്യണമെന്നൊക്കെ പറയാം. എന്നാലും ഞാൻ എണീപ്പിക്കും. വീട്ടില്ല രണ്ടും നല്ല സുഖമായിട്ട് ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച് കിടന്നുറങ്ങും. ബിന്ദുമ്മേനെ പിന്നെ പറയണ്ട. അപ്പോ ഉത്സവത്തിനാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ടയേർഡായിട്ടായിരിക്കില്ലേ വന്ന് കിടക്കുക. അപ്പൊ ഈ ദിവ്യ തുടങ്ങും പോണ്ടേ. അപ്പൊ നേരെ ഓപ്പോസിറ്റാ. ഉണ്ണികൃഷ്ണൻ പ്രഭു ഹരേ കൃഷ്ണ. അങ്ങനെ തീർച്ചയായിട്ടും ഒരു ചൂരൽ മേടിക്കണം രാവിലെ എഴുന്നേൽപ്പിക്കാൻ. ഒരു രക്ഷയില്ല. അപ്പോ എഴുന്നേൽപ്പിക്കുന്നത് വലിയ ടാസ്ക്കാണ്. എനിക്ക് എന്നെ സഞ്ജൂട്ടനെ എഴുന്നേൽപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. അവൻ സമയത്തിന് എണീറ്റ് കുളിച്ച് ഫുഡും കഴിച്ച് അവനങ്ങ് പോക്കോളും. ഇത് ബിഗ് ബോസിലെ ടാസ്ക്കാണിത് എഴുന്നേൽപ്പിക്കല്. ഓഫ്, അത് പറയാണ്ടിരിക്കുന്ന ഭേദം. ഓ, കാണുന്നില്ലല്ലേ, അവിടെ ലൈറ്റില്ല. ഇവിടെ വെളിച്ചം കുറവാ, അതാ കാണാത്തെ. വിഷ്ണുവിന്റെ പണിയത് കണ്ടോ. എന്റെ അമ്മേനെ കാണട്ടെ. എവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വേറെ ഒന്നുമേ ഇല്ല. വേല ഒന്നുമേ ഇല്ല.
പാട്ട് വയ്ക്കാം, അപ്പം നിങ്ങൾക്ക് ബോറടിക്കില്ല. ഗുരുവായൂരപ്പൻ്റെ പാട്ട്. ആഹാ, ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പാട്ട് വെച്ചില്ലെങ്കിലോ? ആൾക്കാരൊക്കെ എവിടെ പോയി കിടക്കുകയാണ്? ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പാലത്തിൻ്റെ അടിയിൽ പോയാൽ കിട്ടും കേട്ടോ. അവിടേക്ക് നമുക്ക് പോകാം. സുന്ദരക്കടയുടെ ലൈവില് നോക്കട്ടെ കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫുഡ് കൊടുക്കാം. നമ്മൾ ആ സറൗണ്ടിങ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറേ ആൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ സറൗണ്ടിങ്സിലൊന്നും ആർക്കും അങ്ങനെ ഫുഡ് കിട്ടില്ല. ഇത് ഇവിടെ 2 പേര് അല്ല, ഇല്ല 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 ഇല്ല. ഈ ആഴ്ച വരണം. മെസ്സേജ് ഇട്ടോ ദീപ മാതാജി. എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യലും നമുക്ക് മഞ്ചരീസിൽ കിടക്കുന്ന മെസ്സേജുകൾ നോക്കലും അതുപോലെ ഇപ്പോൾ വീൽ ചെയറിൻ്റെ ഒക്കെ കുറേ ഇത് എഴുതിയെടുക്കാനുണ്ട്. അതും രാമായണ കിറ്റും ബുക്സ് എല്ലാം പാക്ക് ചെയ്തെല്ലാം കൂടെ നടക്കുന്നില്ല. മെസ്സേജ് ഇട്ട് വെച്ചു, ഞാൻ കേട്ടോളാം. അതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയി. ഫുഡ് പാക്കിങ്ങും എല്ലാം കൂടെ വരുമ്പോഴേ കോൾസിൻ്റെ മുകളിൽ കുറേ സമയം പോയിപ്പോകും. റൂം ബുക്കിംഗ് വരുന്നതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ആകുമ്പോൾ എനിക്ക് കുറച്ച് ഈസിയായി, എളുപ്പമായി. ദർശിച്ചു നിൽക്കും നേരം തോന്നും അണിവാകച്ചാർത്തും തൊഴേണമെന്ന്. നിർമാല്യം ദർശിച്ചു നിൽക്കും നേരം തോന്നും അണിവാകച്ചാർത്തും തൊഴേണമെന്ന്. അണിവാകച്ചാർത്തിൽ അലങ്കാര പൂജ തൊഴേണമെന്ന്. അയച്ചുകൊണ്ട് കിട്ടിയാൽ മാതാജി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ അയച്ചുണ്ട്. എന്തൊരു ഭംഗിയൻ കണ്ണനെന്ന് സന്ധ്യയ്ക്കു തൊഴുതു നിൽക്കുമ്പോൾ തോന്നും. എന്തൊരു ഭംഗിയൻ കണ്ണനെന്ന് ആകരുമ്പോൾ ആർക്കും തോന്നും. കണ്ണൻ മാറി
അകതാരിലൊരു മധു നിറയുന്നത് ഗുരുവായൂരമ്പലത്തിങ്കൽ മാത്രം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും ഒരു വട്ടം കൂടി തൊഴണമെന്ന്. ഒരു വട്ടം കൂടി തൊഴുമ്പോഴും തോന്നും ഇതുവരെ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള പോകുന്ന വഴിയാണ് ഗുരുവായൂരമ്പലത്തിങ്കൽ മാത്രം. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും ഒരു വട്ടം കൂടി തൊഴണമെന്ന്. എന്റെ മുഖത്ത് നോക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്യ അവിടെ ചന്ദനക്കാവിൽ നിന്നോടിയെത്തും കുളിർത്തെന്നലെ നീയൊന്നു ചൊല്ല. ചന്ദനക്കാവിൽ നിന്നോടിയെത്തും കുളിർത്തെന്നലെ നീയൊന്നു ചൊല്ല. നാവിൽ തുളുമ്പിടാറില്ലേ നിനക്കിന്നും നാരായണീയ മരന്തം. അല്ല ചന്ദനക്കാവിൽ നിന്നോടിയെത്തും നാരായണ നീയൊന്നു ചൊല്ല. ഇറങ്ങടാ ഒരു മിനിറ്റ് കേട്ടോ. നമാമി വിഘ്നേശ്വര പാദപങ്കജ. ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഫുഡ് കൊടുത്തിട്ട്. അവിടെ ഉണ്ടെന്ന് 5 പേരുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്നാണ്. അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നാലോ? ഒരാളോട് വരാൻ പറ. വിഷ്ണു എടുത്ത വിഷ്ണു വെള്ളം പൊട്ടിച്ചെടുക്കും. എത്ര പേരുണ്ട്? ഒരു ഫുഡ് എടുത്തോ. എവിടെ എത്ര പേരാ? 10 പേരുണ്ടോ? ആ വെള്ളം എടുത്തേ, 10 എടുത്ത്. ദിവ്യ ആദ്യം വെള്ളം കൊടുക്കും. ചേട്ടാ ഇങ്ങോട്ട് വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. ആ ഇല്ല വേണ്ട, പോട്ടെ. ചേട്ടാ എടുത്തോണ്ട് പോ. നിങ്ങൾ ആദ്യം വെള്ളം പിടിക്കൂ. ഇത് പിടിച്ചു ചേട്ടാ. அண்ணா நீங்க முதல்ல தண்ணி கொண்டு போய் வைங்க. 10 தண்ணி வாங்குங்க நீங்க 10 பேருக்கு. ஐயோ நாராயணம். அப்புறம் எண்ணி தான் வைக்க முடியும் சாப்பாடு வாங்குறதுக்கு. ஒன்று கொடுங்க, உடனே அதிலே கூட்டு வரேன். ஒன்று கொடுங்க. திவ்யா
അല്ല അതൊന്നും കൊടുക്കണം കുഴപ്പമൊന്നുമില്ല. ആ 10 പേര് ഇല്ല. എന്താ വേണ്ട ഇനി? ഇത് എത്ര വെള്ളമായി ഇത്? പുള്ളി എത്ര എണ്ണം കൊണ്ടുപോയി വെള്ളം? ഒരു മിനിറ്റ് കേട്ടോ. മൂന്നാമത്തെ ഫുഡാ? എത്ര 10 പേരാണോ ഉള്ളത്? ദിവ്യ എടുത്തു കൊടുത്ത മോളെ. அவரை கையில 2 எண்ணம் வச்சு கொடுக்க. கொடுக்குறேம்மா. நீங்க எத்தனை பேர் இருக்கீங்க? 10 தானே? சரி ஓகே. நீங்க 2 வாங்கிட்டு போங்க. நீங்க எத்தனை வேணாலும் வாங்கிக்கோ. ஆனா 2 3 4 வச்சு வாங்கிட்டு போங்க. அது இல்லைங்க, நீங்க கையில 2 எடுத்துட்டு போங்கன்னு சொல்றேன் 10 பேருக்கு. சரி எடுத்துக்கோங்க எடுத்துக்கோங்க. டைம் வேஸ்ட் பண்ணாதீங்க. எல்லாருக்கும் கொடுக்கணும்ல. இன்னொரு சாப்பாடு கொடுமா. இந்தாங்க. அதுக்கு நீங்க எத்தனை தண்ணி எடுத்துட்டு போனா? நான் எடுக்கல. தண்ணி எடுக்கலையா? இப்ப எத்தனை ஆச்சு தண்ணி? இப்ப 4. 4. இந்தாங்க 6. அந்த கிழங்கு கொண்டு வாங்கிட்டு 8. இந்தாங்க அது அங்க ஒரு கிழங்கு இருக்குதுமா. 2 கிழங்குறாங்க. நான் வயசு வந்துப்பா. 10 ஆயிடுச்சா தண்ணி? 10 தண்ணி. இனி ஃபுட் வாங்கிக்கோங்க. இல்ல இல்ல, அவரே கொண்டு போயது 2. அண்ணா நீங்க அந்த பைக்குள்ள போடுங்க. அண்ணா அது பையில போட்டுக்க. கடவுளே, அப்பளம் எல்லாம் கீழே வீழ போறேன். நீங்க வந்து தண்ணி எடுத்து கண்டு பையில போடுங்க. ആറെണ്ണായിട്ടേ ഉള്ളൂ. അവർക്ക് തന്നെ ഐഡിയ ഇല്ലേ അവരെങ്ങനെ കൊണ്ടുപോകുമെന്ന്. ആദ്യം ആ വെള്ളം എടുത്ത് ബാഗിൻ്റെ ഉള്ളിൽ ഇടാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതും ചെയ്യുന്നില്ല. இல்லைங்க சாப்பாடு நீங்க எடுத்துக்கோங்க. முதல்ல நீங்க தண்ணி எடுத்து பேகுக்குள்ள போடுங்க. அப்புறமா சாப்பாடு வாங்கிட்டு போங்க. அப்பதானே சரியா வரும். பாருங்க அப்பளம் எப்படி உடைச்சு கீழே போடுறது. நீங்க கையில் எடுத்துட்டு போங்க சாப்பாடு. தண்ணி மட்டும் பேகுக்குள்ள போடுங்க. ஐயோ நாராயணம், நான் அவரை கையில் கொடுத்தேன். ஆயிடுச்சா? போதுமா? போதும். വെള്ളം എടുത്തേ വിഷ്ണു. വിഷ്ണു സാമ്പാർ 2 പപ്പടം. എടുക്കണ പോണ വഴിക്ക് കളയാം. കളയണം പറ്റും. താഴെ വീണതാ പപ്പടം. വെള്ളം കൊടുത്താ? മൂന്ന് വെള്ളം കൊടുത്താ? മൂന്നാമത്തെ വെള്ളം ഇത്.
എന്തൊരു ടാസ്ക്കാണ് ആൾക്കാരെ കണ്ടുപിടിക്കാന്ന് പറയാം. ചെറിയ ടാസ്ക് അല്ല. 13 എണ്ണം 13 ഫുഡ് കൊടുത്തു. നമ്മൾ ഈ കർക്കിടക മാസം ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആവശ്യമുള്ളവരല്ലേ വാങ്ങിക്കും, ആവശ്യമില്ലാത്തവർ വാങ്ങില്ലല്ലോ. നമുക്ക് മാക്സിമം ഫുഡ് കൊടുക്കണം. ഓക്കെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പം നമ്മൾ കഴിക്കാനുള്ള ആൾക്കാരെ കണ്ടെത്തണം. നോർമലി നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ലല്ലോ, ആവശ്യമുള്ള ആൾക്കാർക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് റിസ്ക്. മഴയും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ആൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ എത്രയാണെങ്കിലും നമ്മൾ കണ്ടെത്തി കൊടുക്കും, അത് വേറെ കാര്യം. സോറി കേട്ടോ, ഇടയ്ക്ക് നെറ്റ്വർക്ക് ഒന്ന് പോയി, ക്ഷമിക്കണം. ഇതോ അവിടെ ഒരാളിരിപ്പുണ്ട്. ഒരു ഫുഡ് കൊടുത്തിട്ട് വന്നിരിക്കുക. കുറച്ച് ബാക്കോട്ട് കൊടുത്തു. ഇറങ്ങല്ലേ കേട്ടോ ദിവ്യ. ബാക്കിലൊരാളിരിപ്പുണ്ട്, അവർക്ക് കൊടുത്തിട്ട് വരാം. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ പാപ്പൻ ചിരിക്കണം. ഒരു മിനിറ്റ് അമ്മ നിങ്ങളെ നാട്ടില്ല. അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് ഒറ്റയ്ക്ക് നടക്കാത്ത കാര്യമാണ്. പാവം. ഒറ്റയ്ക്കൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. ഇത്രയും ഫുഡ് ഉണ്ടാക്കുക, പാക്ക് ചെയ്യുക, റെഡിയാക്കുക, കൊടുക്കുക, നടക്കാത്ത കാര്യമാണ്. ബൈക്കിൽ വണ്ടി വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതേപോലെ സൈഡ് പെട്ടെന്ന് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. മഴ പെയ്തിട്ടാണ് 91. ഇപ്പോൾ എത്ര കൊടുത്തു? 14 അല്ലേ? ഇനി ഉണ്ടാവും ആൾക്കാർ, നമുക്ക് തേടി കണ്ടുപിടിക്കാം. അതിനാണല്ലോ മഞ്ചരീസ് അല്ലേ? എവിടെ ആൾക്കാർ വിശന്ന് കിടന്നാലും നമ്മൾ അവരെ കണ്ടെത്തി ഫുഡ് കൊടുക്കുമല്ലോ. നമ്മുടെ ചെന്നൈയിലാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഓടി വന്ന് വാങ്ങിച്ചിട്ട് പോകും അല്ലേ ദിവ്യ? കറക്റ്റ് അറിയാം അവരൊക്കെ എവിടെയൊക്കെ കിടക്കും. അതെ, എവിടെ കിടക്കും അവരെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ഇവിടുന്ന് കറങ്ങിയിട്ട് പോകുമ്പോഴേ അവിടെ പോയി കൊടുത്തിട്ട് പോകാം.
നമ്മൾ ആൾക്കാരുള്ളിടത്ത് കണ്ടെത്തി കൊടുക്കുമല്ലോ അല്ലേ. അന്നദാനം ലൈവ് കാണാത്തവരാണ് ഈ അന്നദാനം ലൈവിന്റെ സമയത്ത് വിളിക്കുന്നത്. അവിടെ ആരാണ്? ആയിരിക്കും. ഒന്ന് പിടിച്ചോട്ടെ, എനിക്ക് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇറങ്ങുമ്പോൾ അവിടെ വെച്ചിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. ഞാൻ അന്നദാനം ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വിളിക്കാം. നോക്കട്ടെ, നോക്കി കണ്ടുപിടിക്കട്ടെ ആരാ ഉള്ളത് എന്ന്. ചെന്നൈയിലാണെങ്കിൽ ഇപ്പം ആൾക്കാർ വന്ന് പൊതിഞ്ഞ് നമ്മൾ കൊടുത്ത് തീർന്നിട്ടുണ്ടാവും അല്ലേ. മാക്സിമം ഒരു 3/4 മണിക്കൂർ. നമുക്ക് യാത്ര ചെയ്ത് പോകുന്ന ഡിസ്റ്റൻസും ദൂരവും മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നമുക്കൊരു വിഷയമില്ല. ഇവിടെ ആൾക്കാരെ തപ്പി പിടിച്ച്, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, കൊടുക്കുമ്പോൾ ചോദിക്കും ബിരിയാണിയാണോന്ന്. ഇവിടെ അന്നദാനം കൊടുക്കുമ്പോൾ ചോദിക്കുക ബിരിയാണിയാണോ. ചെന്നൈയിൽ അങ്ങനെയൊന്നും ഇല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദിക്കും എന്നാ അമ്മ ടിഫിനാ സപ്പാടാ എന്ന് ചോദിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അവിടെ രാത്രിയിൽ ചോറ് കഴിക്കില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബിരിയാണിയാണോന്നാ ചോദിക്കുക. ഓരോരുത്തരെ കണ്ടെത്താം. ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ടാവും മഴയ്ക്കായിട്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ. ക്ഷമിക്കൂട്ടാ, ഇപ്പം കൊടുക്കാം. ആര് നമ്മൾ ആൾക്കാരെ തേടുന്നു. ഫുഡ് കൊടുത്ത് തീരുമ്പോൾ നമുക്കൊരു സമാധാനാണേ. മറ്റേതേ നമുക്ക് നോക്കട്ടെ വിഷ്ണു. ഹലോ, ഞങ്ങള് പഞ്ചാരക്കുഴി വേറെ വഴിയിലേക്ക് കയറി. എത്താൻ നോക്കട്ടെ.
ആൾക്കാരെ തേടി കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ, അതല്ലേ ഏറ്റവും വലിയ ടാസ്ക്. സോറി കേട്ടോ, ഇടയ്ക്കൊന്ന് ഇതാവുന്നതാ, സിഗ്നൽ കട്ടാവുന്നതാണ്, ക്ഷമിക്കണേ. ഈ വഴി വരണ്ടത് വേസ്റ്റ് നമ്മൾ വെറുതെ. ആ വഴിക്ക് ആരും ഉണ്ടാവില്ല. കിഴക്കേ നടയിൽ ഒത്തിരി പേരുണ്ടായേനെ. കിഴക്കേ നടയിലേക്ക് പോകട്ടാ, അവിടെ ആ സൈഡിലൊക്കെ ഒത്തിരി പേരിരിക്കും. കിഴക്കേ നടയും പാലത്തിനടിയിൽ. അതെ. അവിടെ വെളിച്ചമില്ലേ, 1-2 സ്ഥലത്തൊന്നും കണ്ടോ, ലൈറ്റ്സ് ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിങ്ങോട്ട് കടന്നപ്പോൾ ഓക്കെ, മറ്റേ ആ വരുന്ന വഴിക്കൊന്നും വലിയ വെളിച്ചമൊന്നുമില്ല. കുറച്ച് ഫുഡ് എടുത്ത് കയ്യിൽ വെച്ചാലേ ദിവ്യ, ആ നടക്കിൽ അവിടെ കൊടുക്കാം. ഇറങ്ങിയാലേ ഫുഡ് എടുക്കാൻ പറ്റും. ഇറങ്ങിയിട്ട് കൊടുക്കാം നമുക്ക്. കേട്ടാ, ഇന്നലെ കുറച്ച് ലാസ്റ്റ് മൂന്നപ്പോ ഞാൻ കൊടുക്കാൻ പറഞ്ഞ ഞാൻ കൊടുക്കും. ഞാൻ കുടിച്ചു. ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ എവിടെയാണ് വേറെ ആൾക്കാരിരിക്കണേ നോക്കിയിട്ട്. നാലമ്പലം ചോ പടിഞ്ഞാറേ നട. ഇനി ഒരിക്കൽ കൊടുക്കണമെങ്കിൽ നമുക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കൊടുക്കാം, തൃശ്ശൂര്. അവിടെ കുറേ ഉച്ചയ്ക്ക് പോയാൽ, അതായത് ഉച്ചയ്ക്ക് പോലെ രാവിലെ റെഡിയാക്കി ഉച്ചയ്ക്ക് കൊണ്ടുപോയാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമുക്ക് അവിടെ കൊടുക്കണം ഇനി. പണിയെടുന്നുണ്ടിരിക്കുക.
പാവം നിങ്ങൾക്കൊക്കെ ഇന്ന് ബോറടിക്കുന്നുണ്ടാവൂല്ലേ? ക്ഷമിക്കൂ കേട്ടോ, നമുക്ക് വേഗം ആൾക്കാരെ കണ്ടെത്താം. നമ്മുടെ അന്നദാനം ഇത്രയും ലാഗായിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇന്ന് ഭയങ്കര ലാഗായി. വെയിറ്റ്, നമുക്കിപ്പോൾ ആൾക്കാരെ കണ്ടെത്തി കൊടുക്കാം കേട്ടോ. ഇന്നൊന്ന് നോക്കട്ടെ മാതാജി, ഏത് ദിവസം കൊടുക്കാൻ പറ്റുമെന്ന്. എനിക്ക് പെട്ടെന്നാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഷെഡ്യൂളാവുന്നത്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചു, ശരി, നാളെ ഇനിയിപ്പോൾ രാവിലെ ആയി കഴിയുമ്പം വേറെ എന്തെങ്കിലും പെട്ടെന്നൊരു അർജൻറ്റായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഓടേണ്ടി വരും. അപ്പം നാളെ പറഞ്ഞതെല്ലാം വിട്ടുപോകും. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ പെട്ടുപോകുമ്പോഴാണ് നമുക്ക് സമയം മാറിപ്പോകുന്നത്. ഞാൻ നോക്കട്ടെ, ഇന്ന് കൊടുക്കാൻ പറ്റും നോക്കട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വടക്കുന്നാഥ ടെമ്പിളിൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടി. കൊടുക്കണം, വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം വടക്കുന്നാഥ ടെമ്പിളിൽ കൊടുക്കണം. ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല മുമ്പേ. ഇനി ഒരു പ്രാവശ്യം കൊടുക്കണം, ഒരു പ്രാവശ്യം തൃപ്രയാറും കൊടുക്കണം. ബോറടിക്കണ്ട കേട്ടോ, ഇപ്പം കൊടുക്കാം, ഇപ്പം കൊടുത്തു തീർക്കാം, ഇപ്പം ശരിയാക്കി തരാം. എനിക്കും ആൾക്കാരെ കാണാഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം നമ്മൾ തരൂ. അച്ഛാ, ഹലോ. അച്ഛാ, ഞാനേ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുക. തെരുവിൽ കൊടുത്തു കഴിഞ്ഞിട്ട് വിളിക്കാവേ, ഒരു അരമണിക്കൂറേ. ശരി, അല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. ഓക്കെ. മോനെ വിളിച്ചിട്ടുണ്ടായി. മോന് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചു. ഇന്നലെ പോയിട്ടൊരു സ്വെറ്റർ വാങ്ങിച്ചു, തണുപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി എന്തോ 123 രൂപയുണ്ട്. അത് ബില്ലെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. റൂമിൽ തന്നെ ഉണ്ട്, പുറത്തേക്കൊന്നും പോയിട്ടില്ല. എന്നാ ശരി, ഓക്കെ. ഇതാ ദിവ്യ അവിടെ ഫുഡ് കൊടുക്കുമല്ലോ. അവിടെ നമ്മൾ ഇതിൻ്റെ ഇടയിലെത്തി, കാലത്തിൻ്റെ ഇടയിൽ ഇന്നലെ കൊടുത്തില്ലേ, കുറേ ഫുഡ് കൊടുത്തില്ലേ, ആ സ്ഥലത്തെത്തി. ഇവിടെ കുറേ പാവങ്ങളായിട്ട് ഭക്ഷണമൊന്നും കിട്ടില്ല. കാണിച്ചു ചിരിക്കുന്നുണ്ടോ നമ്മളെ കണ്ടപ്പം? നമ്മളെ കണ്ട ഓടി വരൂ. എല്ലാവരും ഓടി വരുന്നുണ്ട്. ഇത് അങ്ങോട്ട് വയ്ക്കരുത്, ഇനി അത് അങ്ങോട്ട് വയ്ക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഇതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കൂടെ നമ്മൾ ഫുഡ് കൊടുക്കുകയാണ്. നമ്മുടെ വിഷ്ണുമാരാർ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രക്ഷയില്ല വിഷ്ണുമാരാരുടെ ഫുഡ്. ഇതാ ചേട്ടാ, വാങ്ങിച്ചോ. ഇതാ അത് വെള്ളം കൊടുക്കണ്ടേ വിഷ്ണു? ദിവ്യ വെള്ളം കൊടുക്കും. അതെന്താ 2 എണ്ണം വിഷ്ണു? കിട്ടി, ഞാൻ നേരത്തെ ചേട്ടാ വെള്ളം അപ്പുറത്തുനിന്ന് വാങ്ങിച്ചു. കൊടുക്കട്ടെ, കൊടുക്കൂ, നടുവേ നടക്കും.
ഇതോ അപ്പുറത്തുനിന്ന് വാങ്ങിക്കോ ചേട്ടാ. പോലെ 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 ചേട്ടാ. പപ്പടം വാങ്ങൂ ചേട്ടാ. വെള്ളം അപ്പുറത്തുനിന്ന് മോനെ കൊടുക്കടാ. ചേട്ടാ വെള്ളം വാങ്ങിക്കൂ. ആ ചേട്ടൻ്റെ വെള്ളം കൊടുക്കാൻ മതി. വിഷ്ണു ഈ ചേട്ടന് വെള്ളം കൊടുക്കും. വെള്ളം വാങ്ങിക്കും. കഴിഞ്ഞ ഇനിയില്ലേ ഫുഡ്? ഇനി ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൊടുത്തേൽപ്പിച്ചിരിക്കുകയായിരുന്നു. ോ 15 പേര് വരാനുണ്ടോ ചോദിക്കെങ്കിൽ നമുക്ക് കവറിലാക്കി കൊടുത്തു വെക്കാം. അവരെടുത്ത് കഴിക്കുമെന്ന് ചോദിക്കേ. ആ ചേട്ടനോട് വയ്ക്കാം, മഞ്ഞ ഷർട്ട് ഇട്ട ചേട്ടൻ്റെ അടുത്ത്. 15 പേര് വരാനുണ്ട് അത്രേ. $91 കുറെ കൊടുത്തില്ലേ? ഇനി ദിവ്യ അവിടെ ഒരു 15 ഫുഡ് വെക്കാൻ പറയുന്നു. എത്ര ഉണ്ടെന്ന് അറിയില്ല. ദിവ്യ 15 ഫുഡ് അവിടെ വെക്കാൻ പറയുന്നുണ്ട്. ആണോ? എന്താ പറഞ്ഞേ? 15 എണ്ണം വെക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഒരു 15 ഫുഡ് അവിടെ കൊണ്ടുവയ്ക്ക്. ഒരു കവർ ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ അകത്തേക്ക് പപ്പടം ഇട്ട് വെച്ച് കൊടുത്താൽ മതിയേ. 15 ഫുഡും 15 വെള്ളവും വെച്ച് കൊടുക്ക്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്ക്. ഇതിലേക്ക് കറി എടുത്തരാം. വേണ്ട, ഞാൻ ഇട്ടരാം. 3 6 15. നീ ഇതിൽ സാമ്പാറും കൂടെ വാ വിഷ്ണു. ആ പേട്ട് അങ്ങോട്ട് വാ. ഇത് ആ ചേട്ടന് കൊടുത്തേ. ഫുഡ് കൊടുക്കതേ വന്നോ അവര്. താഴെ വെച്ച് കൊടുത്തോ? താഴെ വെക്കും നിങ്ങള്. അതിൽ നിന്നൊരു ബോക്സ് ഇതെടുത്ത് കൊടുക്കൂ. ഒരു കറി എടുക്കൂ ദിവ്യ. അതിന്ന് രസം എടുക്കുതാ. ഇതാ വിഷ്ണു പപ്പടം കൊടുക്ക്, വെള്ളവും കൊടുക്ക്.
സൂക്ഷിച്ചു പിടിക്കും. ഓ ഇത് അവിടെ നിന്ന് എടുത്തോളൂ വെള്ളം. എത്ര ഭക്ഷണം? 4 പോയി. ആ 4 അതിലേക്ക് റീപ്ലേസ് ചെയ്യും. ദിവ്യ 4 രസവും 4 ഫുഡും എടുത്ത് വെക്കുക. നാലെണ്ണം എടുത്ത് വെക്കൂ. 4 ചോറും 4 രസവും വെക്കുക. 4 ഇനി അതിലേക്ക് 4 വെള്ളം വെക്കും. വെള്ളം എടുത്തോ വിഷ്ണു? അതിൽ നിന്ന് ഇതാ എടുത്ത് തിന്നൊരു 15 സാമ്പാർ എടുത്ത് വെക്കും. അതൊന്ന് 15 എണ്ണം എന്തിനാ അവിടെ കൊടുക്കാൻ വെച്ചില്ലേ നേരത്തെ? ആ 15 എണ്ണം സെറ്റ് ചെയ്ത് വെക്കൂ. എല്ലാം വരുന്നേല്ലോ. അവിടെയും ഇവിടെയൊക്കെ പണിക്ക് പോകുന്നവരും അങ്ങനെ കിടക്കുന്നവരൊക്കെയാണ്. ഇത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ കൺസേൺ അല്ല. ഭക്ഷണമല്ലേ നമ്മൾ കൊടുക്കുന്നത്. പിന്നല്ലാണ്ട് അവര് ബഹളം ഉണ്ടാക്കുമ്പോൾ ആരുടെ കൂടെയുള്ളവർ പറയുന്നുണ്ട് വരിയിൽ നിൽക്ക് പോയിട്ട് എന്ന് പറയുന്നത്. കഴിച്ച് ദേ ഈ ചേച്ചിക്ക് കൊടുക്ക. നിർത്തി 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 നിർത്തി. ഫുഡ് വാങ്ങിക്കോங்க അമ്മ. സാപ്പാട് വാങ്ങിക്കോங்க. കൊടുക്ക്. വിഷ്ണു ഈ ചേട്ടനോട് വേണോ നോക്കി ഫുഡ്? ചോറ് വാങ്ങിക്കോ ചേട്ടാ. സാപ്പിട്ടിയാ? ശരി ശരി. ആ തരി சரிங்க. ഇനി എത്ര കയറ്റിടൂ? ആ പാക്കറ്റിൽ ഉണ്ട്. എത്ര എണ്ണം ഉണ്ടാവും? അതറിയില്ല. ഇത് നിറച്ചുണ്ട്. 10-20 കാണുമായിരിക്കും. ആ അത് കിഴക്കേ നടയിലും വടക്കേ നടയിലൊക്കെ കൊടുത്താൽ തീരും. മമ്മിയൂരിന്റെ അവിടെ ഏകദേശം തീരും. സാമ്പാറും രസം.
ഇങ്ങനെ റൗണ്ട് എടുത്തിട്ട് വേണം പോകാൻ. നമ്മൾ അവിടെ 2 ആൾക്കാർ ഇരിപ്പുണ്ട്, അവരെ തപ്പട്ടെ. കഴിച്ചോണ്ടിരിക്കുക ഓണം
ചിലർക്ക് ചോറ് വേണം രാത്രിയിൽ. വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞു. 2 വെള്ളവും ചോറും സാമ്പാറും രസവും പപ്പടവും എടുത്തു കൊടുത്തു. ദിവ്യ വിഷ്ണു കൊടുക്കും. അന്നദാനത്തിന്റെ ലൈവ് പോവാണേ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കണേ. കൊടുത്തു. ഇനിയും ഉണ്ട് ഫുഡ്. ഡഞ്ഞി എത്ര വർഷമുണ്ട്? നമുക്ക് ഇനിയും കണ്ടെത്താം കുറച്ച് ആൾക്കാരെയും കൂടെ ഏട്ടാ. ഇതേ ഇവിടെ ഇരിക്കണ്ടല്ലോ ദിവ്യ, ഒരു 3 ആൾക്കാർ. റൈറ്റ് സൈഡില് 3 അല്ല 4 പേരുണ്ട്. അയ്യോ നക്ഷത്രയുടെ പതക്കൽ. നീ ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. 4 ഫുഡ് അവിടെ കൊടുത്തു. അവിടെ കുറച്ച് ആൾ ഇരിപ്പുണ്ട്. വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട് അവര്. 4 4 5 വിഷ്ണു 5. ഒരാളോട് കൊണ്ടു കൊടുത്തോ മോളെ, ഒരാളങ്ങോട്ട് കൊണ്ടു കൊടുത്തേക്ക്. എത്ര എണ്ണം ഉണ്ട് ദിവ്യ ചോറിനി? ഇല്ല ഇല്ല, ദിവ്യനോട് ഇല്ല ഇല്ല. എത്ര ഫുഡ് ഉണ്ട് നോക്കി. എത്ര എണ്ണം കൊടുത്തു? 5 എണ്ണം കൊടുത്താ? ഇനി എത്ര എണ്ണം ഉണ്ട് ഫുഡ്? എന്നാലും എത്ര എണ്ണം ഉണ്ടാവും ഏകദേശം? 15 ഉണ്ട്. 16 അടുത്തുണ്ട്. പിന്നെ 20ന്റെ ഉള്ളിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. ഒരാളാണെങ്കിലും കൊടുത്തേക്കൂട്ടോ ദിവ്യ.
20-ന്റെ ഉള്ളിൽ ആൾക്കാരെ കണ്ടെത്തണം. ദിവ്യത അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 3 പേരുണ്ട്. വിളിക്ക്. വിഷ്ണു, അപ്പുറത്ത് ആരോ ഉണ്ടെന്ന് അവരെ വിളിക്കാൻ പറ. പോയിണ്ടാ? ഒരാളുണ്ട് പറഞ്ഞു. ഒരു പപ്പടം കൊണ്ട് വെള്ളം എടുക്കാം. ഒരാളാണോ വരാനുള്ളേ? എന്നാ അത് അവിടെ കൊടുത്തേൽപ്പിക്കേ. ഓ, ആ പാവം മനുഷ്യൻ ഓടി വരുന്നുണ്ട് പാവം. എന്നാ കൊടുക്ക, 2-3 ആൾക്കാർക്ക് കൊടുക്ക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടി വരും, നോക്കിക്കേ പാവം. മോനെ രസവും സാമ്പാറും വെക്കേട്ടാ. ചേട്ടാ, അവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ? ആണല്ലേ? ആ, വെള്ളം കൊടുത്തോ? വെള്ളം കിട്ടിയോ ചേട്ടാ? വെള്ളം കൊടുക്ക്, വെള്ളം കൊടുക്ക്. ആ ചേട്ടന് വെള്ളം കൊടുക്ക്, വെള്ളം കൊടുക്ക്. വാങ്ങിന്ന്. അപ്പൊ ആ അപ്പൂപ്പന് വെള്ളം കിട്ടിയില്ലല്ലോ? കിട്ടിയാ? ശരി ശരി, അവരോട് ചോദിക്കണം. സാർ, അന്നദാനം ലൈവിലാണേ, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടാ. ശരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വെള്ളം അടിപ്പോയല്ലോ, അടിത്തോളാൻ പറ, വണ്ടി പോയി കഴിഞ്ഞു. ദിവ്യേ, ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. ഇവിടെ ആൾക്കാർ എവിടെ ഇരിക്കുന്ന അറിയണമെങ്കിൽ ബിന്ദുമായി പിടിച്ചാൽ മതി, അത് പറഞ്ഞുതരും. ആ വെള്ളം എടുത്തോളാം. ആ വെള്ളം അവരെടുത്തോളൂ. അടിയിലോട്ട് എത്ര എണ്ണം ഉണ്ട്? ഉണ്ട്, ഒരു 10 എണ്ണത്തിന് മേലെ ഉണ്ട്. ഇനി 10 എണ്ണത്തിന്റെ മേളിലുണ്ട്. അത്രേ 10 എണ്ണത്തിന്റെ മേലെയുള്ള ആൾക്കാരെ കണ്ടെത്തണം. അയ്യോ പാവം അമ്മ, ഒരു വെള്ളം നമ്മുടെ കയ്യിൽ നിന്ന് ഇരിക്കൊണ്ടിരുന്ന എടുത്തിട്ട് നമുക്ക് തന്നെ ഓടുന്നു. അതെ, കയ്യിൽ വെച്ചു. പാവം. അവരൊക്കെ വിശപ്പിന്റെ വില അറിഞ്ഞവരാണേ. കൊടുത്തല്ലേ? കൊടുത്ത്. ആ, ഓക്കെ ഓക്കെ, നമ്മുടെ ഫുഡായിട്ട്. ഓക്കെ ഓക്കെ. എന്താറിയോ, ഒരു ജന്മം മുഴുവൻ കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിച്ചിട്ടേ വഴിയിലായവരുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ജീവിച്ചിട്ട് വഴിയിലായവരുണ്ടാവും. അച്ഛനും അമ്മയൊക്കെ മരിച്ച സഹോദരങ്ങളൊക്കെ പോയിട്ടേ അങ്ങനെയുള്ളവരും ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല അവരൊക്കെ ഏത് അവസ്ഥയിൽ ഇങ്ങനെ എത്തി എന്നുള്ളത്.
കിട്ടും കിട്ടും. ബിന്ദുമ്മയ്ക്കറിയാം ഇവിടെ ആൾക്കാരോട്. ഇനി മറ്റേ മമ്മിയുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കാണും കേട്ടോ. ആ അതിന് പുറത്തും ഉള്ളിലുള്ളവരൊക്കെ അറിയാം. എല്ലാവരും ഓൾ ഇന്ത്യ സർവീസാണ്. ഓൾ ഇന്ത്യ സർവീസാണ്. എല്ലാ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷനാണത്. ഓൾ ഇന്ത്യ പെർമിറ്റ് ആണ്. അതിനറിയാത്ത ആൾക്കാർ ഇവിടെ ഇല്ല. അതിനെല്ലാരും അറിയാം. എന്തിനാ ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരെ ചോദിച്ചാൽ എനിക്കറിയാം. നമ്മുടെ മൂവാറ്റുപുഴയ്ക്കൊക്കെ വല്ലപ്പോഴും വല്ല അഡ്രസ്സൊക്കെ വരും. എനിക്ക് ആരെങ്കിലും ഒക്കെ ഓർഡർ ചെയ്തിട്ടേ അതെ. മാറാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ആരോ ഒരു എന്തോ ഭഗവത്ഗീത ഓർഡർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു എന്തേ ഒരു അപ്പൂപ്പൻ ഒരു അഡ്രസ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറാടിയോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ. എന്റെ അമ്പിളിക്കുട്ട മാറാടി, അത് മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് മാറാടി, അത് ഇന്ന വഴിക്ക് പോയാൽ ഇങ്ങനെ എരുമേലി പമ്പാവാലി. എന്റെ പൊന്നെ പിന്നെ പറയാത്ത സ്ഥലമൊന്നുമില്ല. ദേണ്ട ഇവിടെ 2 പേരുണ്ട്. ഉണ്ടേ 2 പേര് ദേണ്ടിരിക്കും. 2 അല്ല 4 പേരെ കാണും. ചേട്ടാ ചോറ് ആ വാങ്ങിക്കോളാം. ചോറ് വാങ്ങിക്കോളാം. അതെ എന്നാ ഓക്കെ. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കഴിക്കാൻ ചോറുണ്ടെന്ന്. സാമ്പാറ്, രസം. ദിവ്യ നീ കൊടുത്തേ. കൊടുക്ക്. പപ്പടം ഒക്കെ ഉണ്ട്. അയ്യോ റേഷൻ കാർഡ് ജാതകം ഒക്കെ നോക്കിയിട്ടേ മേടിക്കത്തുള്ളൂന്നുണ്ടോ? കൊടുക്ക വിഷ്ണു. അതെ കൊടുത്താ ഹരേ കൃഷ്ണ. തിരുമാറാടി മാറാടി ഇവിടെ മഴയില്ല. ദിവ്യനോടും വിഷ്ണുവിനോടും ഊരും പേരും ജാതകവും വീടും ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഫുഡ് മേടിക്കാൻ. അയ്യോ ചേച്ചി എവിടെയാ സ്ഥലത്തൊക്കെ ചോദിക്കുന്നത് ദിവ്യയോട്. അതെ ദിവ്യനെ വിടും അവരിപ്പം. ഇനി എത്ര എണ്ണം ഉണ്ട്? ഓ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതരാം. ഹരേ നാരായണ ശരണം. എന്താ പുള്ളി എന്താ ചെയ്ത്? ലേറ്റ് എമൗണ്ട് തന്നില്ലേ? അതിന് എന്താ വെച്ചേ? എന്താ വെച്ചേ? ഞാനൊരു ബാഗ് വെച്ചു കുട്ടാ. ചേട്ടാ ലേറ്റ് എമൗണ്ട് അപ്ലിക്കത് തനിക്ക് തരാൻ പറ്റില്ലോ. അതുമൊക്കെ കൊടുക്കാം. എല്ലാവരുടെ കയ്യിലും ഓരോ പൊതി ഉണ്ട്. എങ്കിലും കൊടുത്തേക്കോ അവര് തിന്നും. ചേട്ടാ ചോറ് വേണോന്ന് ചോദിക്കും. വിഷ്ണു ഇറങ്ങി ചോദിച്ചു. ചപ്പാത്തി കഴിക്കും. ചോറ് വേണോന്ന് ചോദിക്കും. അങ്ങോട്ട് ഇറങ്ങിപ്പോയി ചോദിക്കേ. ഓ നാരായണ. ആ ചേട്ടന് വേണോ അത്ര? ആ ഒരാള് വരുന്നുണ്ട്. ചേച്ചിയെ ഒരു കുപ്പി വെള്ളവും പപ്പടം എടുത്തോ. ഇവർക്ക് ആരോ ചപ്പാത്തി കൊടുത്തിട്ടുണ്ട്. അവർ ചപ്പാത്തിയും കറിയും കഴിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ആൾക്കാർ.
അല്ല, ക്ലാസ് ഇവിടെ നിന്ന് എടുക്കും. നമുക്ക് നാളെ വൈകിട്ട് ക്ലാസ് എടുക്കണം. കാരണം വൈകുന്നേരം ഞാനിപ്പോൾ അന്നദാനത്തിന് 2 ദിവസമായിട്ട് ഇറങ്ങിയത് കൊണ്ടേ ക്ലാസ് എടുക്കാൻ പറ്റാത്തതാണ്. നാളെ വൈകിട്ട് ക്ലാസ് എടുക്കും. ഇനി എത്ര എണ്ണം ഉണ്ട് വിഷ്ണു? എന്താ ഈ പറയണേ? വീണ്ടും ഒന്ന് നോക്കിക്കേ പോയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന്. കൊടുക്കുന്തോറും 15 എണ്ണം ഉണ്ട്, 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താവും? നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അല്ല, എന്നാ നോക്ക. ചെരിഞ്ഞു പോകും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഇനി എത്ര എണ്ണം ഉണ്ടെന്ന്. അതേ നടക്കും. നിങ്ങൾ ഈ 10 എണ്ണം ഉണ്ട് 15 എണ്ണം ഉണ്ടെന്ന് പറയാതെ എണ്ണ്. പുറത്തെടുത്തേ, എടുക്ക്, പുറത്തേക്ക് എടുക്ക്. ഫുഡ് എവിടെ? ചോറ് എവിടെ? ആ ബോക്സ് പുറത്തേക്ക് എടുത്തേ. വേണോ ചോറ്? വേണോ? വാങ്ങിക്കോളൂ. കൊടുത്തേ. വിഷ്ണു പോയി പപ്പടവും ഇത് എടുത്തേ. ഇനി ആർക്കെങ്കിലും വേണോ ചേട്ടാ? പതിനഞ്ചെണ്ണം ഉണ്ട്. ഇനി 15 ചോറ് കൂടെ ഉണ്ട്. മമ്മി ഒരു ഭാഗത്തേക്ക് പോവാം നമുക്ക്. ഇനി ഒരു 15 ഭക്ഷണം കൂടി കൊടുത്താൽ കഴിക്കും. ആ 15 ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കാണട്ടെ. വേഗം നമ്മുടെ കൺമുന്നിൽ എത്തട്ടെ ആ 15 പേരും, അല്ലേ? ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കൊടുത്ത പോലെ വല്ലപ്പോഴൊക്കെ അന്നദാനം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മൾ ആ ചമ്മറവട്ടം ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ പോയൊരു റോഡില്ലേ, ആ ഭാഗത്തോട്ടൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നേ. ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തോട്ടൊക്കെ പോണേ ഉണ്ടായേനെ. അല്ല, അപ്പുറത്തെ. എവിടെ? അല്ലല്ല, പുള്ളിക്കാരൻ ബസ് കാത്തിരിക്കും. ബസ് കാത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ചോറും കൊണ്ട് പോയിട്ട് നല്ല ചീത്തയേക്കും. അയാള് തിന്നിരിക്കായിരിക്കും. അയാള് പറയും, മക്കളെ നിങ്ങൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. ചോറല്ലേ? ആ, ചോറൊക്കെ തന്നെ. പക്ഷെ നിങ്ങളത് എനിക്ക് വേണ്ട, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് കഴിച്ചു എന്ന് പറയും. ഗുരുവായൂർ നമ്മൾ നാല് നട യാത്ര നടത്താം. ഇപ്പൊ എത്രാമത്? 3ാമത്തെ പ്രതീക്ഷ. കളേഴ്സിലൊന്നും വന്നാലോ? കളേഴ്സ് കൊള്ളില്ല. ഇത് ഇല്ല, വെറൈറ്റി. നല്ല
അത് ഷർട്ട് മാത്രമേ ഉള്ളൂ. അല്ലല്ല, എല്ലാം ഉണ്ട്. ഇവിടെ എന്താ? ഷർട്ട് മാത്രം മതി. ഇവിടെ എന്താ വിശേഷം? രണ്ടുപേരുണ്ട്. വേഗം കൊണ്ട് കൊടുക്ക. ഇറങ്ങണ ഇറങ്ങണ, ഫോൺ വെക്കി. നീ എന്തിനാ പിന്നെ അടച്ചേ? എന്റെ വിഷ്ണു, ഫോൺ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു സാധനം തരാം. അങ്ങനെ വിളിച്ച് വെച്ച് കൊടുക്കരുത്. കുഞ്ഞാ, ഫോണൊന്ന് തിരിച്ചു പിടിക്കും. എന്തിനാ ചീത്ത പറയാനല്ലേ? അല്ല, തിരിച്ചു പിടിക്കും. പറയ്. വേണ്ട, ഞാൻ റൂമിലെത്തട്ടെ. ഇല്ലടാ, വേണ്ട, ഫുഡൊക്കെ ഞാൻ വെച്ചൊരു ചോറെന്തേ അത് ഇരിച്ചു വെച്ച് കൊടുക്കണ്ടേ ഇത്? ഒരാളല്ലോ, രണ്ടുപേര്. ഒരു വെള്ളം തീർക്കട്ടെ. അയ്യോ, ഈ വിഷ്ണുവിന്റെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ചെക്കൻ. ഒരു മാമിക്ക് ഞാൻ കൊടുക്കും, ഒരു മാമിക്ക് ചേച്ചി കൊടുക്കും. ഒരു മാമന് ഞാൻ കൊടുക്കും, ഒരു മാമന് ചേച്ചി കൊടുത്തു. ചെല്ല് കൊണ്ടുപോയി കൊടുക്കും മാമനും മാമിക്കൊക്കെ. നാരായണ നാരായണ. അയ്യോ അയ്യോ. കഴിഞ്ഞോ? കൊടുത്തില്ലേ? ഞാൻ അയ്യോ. എന്റെ അമ്മേനെ വിളിക്കും. ചോറ് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടോ തിരിച്ചു വന്നോ? ഇല്ല, അപ്പൊ വേറൊരു മാമന് കൊടുത്തു. അപ്പൊ മാമൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ വന്നില്ലേ? ഞാൻ ചോദിച്ചു, ഞാൻ ഷർട്ട് എടുക്കും, എന്നിട്ട് അമ്മേനെ വിളിക്കും. അപ്പൊ ഞാൻ പൈസ കൊടുത്തേക്കും. ആ, നീ ഇങ്ങോട്ട് വാങ്ങോട്ട് എടുത്തിട്ട്. അങ്ങനെയാണ് എനിക്ക് കുറച്ച് ചുരിദാർ എടുക്കണം. ആ മിണ്ടാണ്ട് അവിടെ ഇരുന്നോടെ. ആള് കിടപ്പുണ്ടായിരുന്നു. എവിടെ? വായിക്കില്ല. നാലമ്പല യാത്ര. ഞാൻ കോട്ടയത്ത് ചെന്നിട്ട് കുറച്ച് ചുരിദാർ എടുക്കണം. അപ്പൊ ചുരിദാർ ഞാൻ വല്ല കല്യാണം പോകുന്നുണ്ട്. അമ്മ രണ്ടും മരസമ്പലം പോയിട്ട്. എടാ, ഇനി എത്ര എണ്ണം ഉണ്ടാവും എടാ? അമ്മ 15 നീ 13 15-ല് 2 പോയിട്ടുള്ളൂ. അല്ല, 3 പോയില്ല, 10. ഇനി 10 ഫുഡ് കൂടിയിട്ടല്ലേ? 2 പോയാ 3 പോയാ 10. 15 3 അവിടെ കൊടുത്തില്ലേ മറ്റോടത്ത്. എന്നെ ഒരു പരിചയമുള്ള പൂപ്പൻ. ദേടാ ഒരു അപ്പൂപ്പൻ, ഒരു ചേട്ടൻ. ഇല്ല ഇല്ല. ഈ ചട്ടപ്പെട്ടി, ഒരു ചട്ടപ്പെട്ടി പോയിട്ട് ഇനി എവിടെയുണ്ട്? രസത്തിന്റെ പാത്രത്തിന്റെ രസം ആക്കിട്ടേ അമ്മ സാമ്പാർ ആക്കി ഞാൻ പിന്നെ നാളെ ചട്ടപ്പെട്ടി കൈക്ക് വെക്കാട്ടോ.
പാളി വഴി കയറാൻ പറ്റില്ല, 1 way ആക്കിയിട്ട്. അതെ, ഇനി എങ്ങനെ കയറും അങ്ങോട്ട്? ഇവിടെ നിന്ന് ചേട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഇല്ല. ഇത് വഴി പോയാലെത്തൂലേ നമുക്ക്? ഇതുവഴിയോ പോയാല് എത്തും. അവിടെ അന്ന് റോഡ് പണി കിടന്നപ്പോ ഇതുവഴിയായിരുന്നു പോയത്. അപ്പൊ എവിടെ ചെല്ലും? പോസ്റ്റ് ഓഫീസിന്റെ അവിടെ. നമ്മള് ഇനി 10 ഫുഡും കൂടി കൊടുത്താ ഈ പാവപ്പെട്ടവർക്ക് നമ്മളീ പാവപ്പെട്ടവർക്ക് തന്നെ കഴിക്കാനുള്ളത്. ഉം. ഇന്ദുവമ്മയുടെ വെള്ളത്തിലെ ചോറാണോ? കഞ്ഞിയാണെങ്കിൽ ഇതൊന്നും അവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാവുന്ന ആർക്കറിയാം. അല്ല, കഞ്ഞിയാണെങ്കിൽ കഞ്ഞിയാണെങ്കിലും പറയാം. ഇത് അതല്ല, കഞ്ഞിയല്ല, ചോറും അല്ലാത്ത പരുവത്തിലാണ് വരുന്നത്. വെള്ളത്തിലിട്ട ചോറ് ഇവിടെ കഴിക്കാം അല്ലേ? ഒരു കഷ്ണം തടാ. ഇതിന് കണക്കൊന്നുമില്ലേ? ബിന്ദുമ്മയെ കഴിച്ചേക്കണം. ബിന്ദുമ്മ അച്ഛനെ കണക്കുണ്ടാവില്ല. അവൻ പറഞ്ഞു നിങ്ങൾ തിന്നു തീർക്കണ്ട. ഓളാ ഉണ്ടാക്കുകയും മതി. നമ്മൾ കൊച്ചു കുട്ടികളല്ലേ? കൊച്ചു കുട്ടികളെ കുറ്റം ചെയ്യില്ല. തോന്നി വിട്ടാൽ കിഴക്കേ നടയിലാണ് നമ്മുടെ ഗരുഡൻ. പപ്പ എന്താ ചെയ്തത്? അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ വന്നു. ഡിക്കി ഡിക്കി ഒരു 10 എണ്ണം കിട്ടിയില്ല. 10 എണ്ണം ഉണ്ടാവില്ലേ? ആ, 5. ആ കറുപ്പ് കിട്ടെടുത്തോ. ഒരു 5 ഫുഡിന്റെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് അങ്ങോട്ട് കൊടുത്ത 5-10 ഫുഡ്. വെള്ളം ഇവിടെ വന്നു. വെള്ളം അവിടെ കേട്ടാ. വെള്ളം അവിടെ ഉണ്ടല്ലോ. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിക്കേ വിഷ്ണു? കണ്ണിങ്ക ചേച്ചി ഞാൻ അവിടെ എത്തണം. എത്രണ്ണുണ്ട് ചേച്ചി അവിടെ? എത്രണ്ണുണ്ട് ചേച്ചി? ഞാൻ ഇറങ്ങണം. ഇറങ്ങി എന്നിട്ട് എണ്ണ, സമയം കളയാതെ. അടക്കല്ലേ അടക്കല്ലേ. ഇതെന്തോന്നറിയാം, അക്ഷയപാത്ര. ഇനിയും 11 ഫുഡ് ഉണ്ടല്ലോ. എനിക്ക് വയ്യ. എന്താ നീ തപ്പാ? നീ ആ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ടേക്ക് പോവാ. ആ അക്ഷയപാത്രമാണോന്നാ ഞാൻ ചോദിച്ചത്. ബോക്സ് അല്ലേ അത്? കൃഷ്ണ, ഇതെന്തോ ബോക്സ് ആണോ കൊടുത്തുവിട്ട് അക്ഷയപാത്രമാണോ കൊടുത്തുവിട്ടെ ചോദിക്കണം. ഒരു ബോക്സ് ഫുഡ് അങ്ങ് വെച്ചാൽ മതി. അക്ഷയപാത്രത്തിൽ ഇങ്ങനെ വന്നോളും.
പെട്ടീൻ്റെ അന്ന് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുക ഫുഡ്. രസം കഴിഞ്ഞു കേട്ടോ. രസം കഴിഞ്ഞു. സാമ്പാറോ? അതാണ് ഇത് കൂടി വരുന്നുണ്ട്. പപ്പടം ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ. തമാശ പറയാനും മേലെ. ഇനി 11 പേരെ എവിടെ കണ്ടെത്തും? ബസ് സ്റ്റാൻഡിൽ പോയി പിടിക്കണ്ട കഴിയും. എന്റെ കൃഷ്ണ നാരായണ ശരണം. സത്യം ഇന്നലെ 108 കൊടുത്ത് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ടില്ല. എന്നൊരു 91 കൊടുക്കാനാണെങ്കിൽ ഓട്ടം എന്തോരം കറങ്ങിയിടേ. 6ാമത്തെ 7ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ്. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 11 ഇനി. എന്ത് ചോറാ? എന്തിന്? തോണ്ടറേ പോണ ഒരമ്മ അവർക്കെല്ലാം കൊടുത്ത ഒരെണ്ണം കുറഞ്ഞില്ലേ? അങ്ങോട്ടെടുത്ത് ആ സൈഡിലോട്ട് എടുത്തിട്ട് അവരെ വിളിക്കുക, ആ അമ്മേനെ വിളിക്കുക. എന്നിട്ട് അവർക്ക് ഒരെണ്ണം കൊടുക്കുക. അമ്മയ്ക്ക് കൊടുക്കുക ഒരെണ്ണം. വരാൻ പറ. ഡേ നിർത്തുന്നതിനേക്കാളും മുന്നേ എവിടേക്ക് ഇറങ്ങണടാ. ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കും ഫുഡ്. ചേച്ചിന്ന് ചോറ് വേണോ നോക്കിയേ. കടയിൽ നിന്ന് 2 ദോശ കടം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന്. ചോറാണ് വാങ്ങിച്ചു കഴിച്ചോളൂ. എന്നാ പറഞ്ഞ ദിവ്യ ഉച്ചയ്ക്ക് എന്നെ കഴിച്ചില്ലെന്നാ? ഉച്ചയ്ക്ക് കഴിച്ചില്ല. കൈ വേലാങ്ങിട്ടേ കൈ ഡ്രസ് ചെയ്യാൻ ആശുപത്രിയിലായിരുന്നു. അവരെ കൂടെ എത്ര പേരുണ്ടോ നോക്കിയേ. എന്താ പറയണു? എത്ര പേരുണ്ട് അവിടെ ചോദിച്ചടാ. എന്താ ചെയ്യാ എടാ? നമ്മുടെ ആ കവർ നോക്കിയാ അതിലിടാൻ പറ്റും. ഓട്ട ഉണ്ടോ? അതിലിടാൻ പറ്റുമോ? ആ ചോറ് തുറന്നു പോലെ അവരുടെ കൈ ഇരിക്കുന്ന ചോറ് തുറന്നു പോലെ. എടാ ആ ചോറ് നിവർത്തി വെക്കും വിഷ്ണു. എന്നാ പറയണത്? ആരും ഇല്ലെന്ന് പറയാ. പിള്ളേരും മക്കളൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ആരുമില്ല. കൈ തള്ളവരൽ എന്തോ മുറിഞ്ഞ് ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അതിന് പോയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവര്. വീട്ടിൽ വേറെ ആരോ ഒരാളും കൂടെ ഉണ്ട്. അവർക്കുള്ള ഫുഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് പറയണ അവരും. ഗുരുവായൂരപ്പനായിട്ട് കൊണ്ടു തന്നാണോ? കാശില്ല. എന്തിനാ മുമ്പ് കാശ്?
ഇതിലുണ്ടാവില്ല. ഇന്നലെ നമ്മള് എവിടെ? ദ്വാരയുടെയൊക്കെ അവിടെ ഉണ്ടാവില്ലടാ. ഇന്നലെ നമ്മൾ 2-3 ഇവരിപ്പോ എത്ര എണ്ണം വാങ്ങിച്ചു? അവർ 2 എണ്ണം. അപ്പൊ ഇനി എത്ര എണ്ണം 9 എണ്ണം? ഇതേ ഒരു അപ്പം കിടന്നു. ഈ വെള്ളം ഉണ്ടായിട്ടെടുക്കാൻ സുഖം. അവിടെ ഒരു കൃഷി നമ്മള് കൊടുത്തേ കഴിച്ചവരെല്ലാം കൊടുത്തതാ. അവരെല്ലാം തിന്ന് കിടന്നുറങ്ങി വരുമ്പോ നമ്മള് വീണ്ടും കൊടുക്കും. ഒരു റൗണ്ടും കൂടെ അവരെല്ലാം കഴിച്ചു കിടന്നു. അപ്പൊക്കെ കൊടുത്തതാ. ഇനി നമുക്കൊരു 9 പേരെയും കൂടി കണ്ടെത്തി ഫുഡ് കൊടുക്കണം. 9 പേരെ കൂടി കൊടുത്താൽ കഴിയും. ആ 9 പേരെ തേടിയിലോട്ടാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും ദേവിയെ. ഇതാണ് ഇപ്പൊ പണിത പുതിയ ഗോപുരം. ദേ ദിവ്യേ, ആ അമ്മയ്ക്ക് കൊടുത്തേക്ക്. വണ്ടി ഇടാൻ പറ്റില്ല, അവരെ വിളിച്ചോണ്ട് വന്ന് കൊടുക്കണം. ഈ സൈഡിലൊക്കെ ദേണ്ട ഇവിടെ ഒരു അമ്മ ഇരിക്കുന്നു, കണ്ടോ? 2 എണ്ണമായില്ലേ? ആ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അങ്ങ് കൊടുത്തേര്. മൂന്ന് പേരായില്ലേ ഇപ്പം? ഒരാൾ നടക്കിലും ഇവിടെ ഒരാൾ. 3 ഫുഡ് ഇവിടെ പാർക്ക് ചെയ്തിട്ടേ ഇവിടെ റൈറ്റ് സൈഡിൽ ആ ഇരിക്കുന്നു. 3-4 പേര് ഇവിടെ ഉണ്ട്. ഇവർക്കൊക്കെ കൊടുത്തേക്ക്. എടുത്തോ. എടുക്ക്. അതെ ഞാൻ പറഞ്ഞിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ടു. ആ ചോറിന്റെ ബോക്സ് ഇങ്ങോട്ട് എടുത്തു വിഷ്ണു. അല്ല അതിനകത്ത് തന്നെ കൊണ്ടുപോകുന്നല്ലേ, അത് അന്നാ ഇതിനകത്ത് ഇട്ടില്ല. പപ്പടം എങ്ങനെ ഉണ്ട്? പപ്പടം അതിലേക്ക് ഇടാം അല്ല? വിഷുവേട്ടാ കുറച്ച് ഫ്രണ്ടിലേക്കാക്കോ. ആ ഡോർ അടച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കോ. ഒരു പൊടിക്ക് മതി. ഇത് വരിയിടും അതിനകത്തില്ല. എത്ര ഔട്ട്ഫിറ്റുണ്ട്?
അത് ഉള്ളിൽ ഇതും എടുത്തോ. എടുക്കാൻ പറ്റുമോ? പറ്റുമോ? അമ്മ പിടിക്കണോ? വെള്ളം ഫ്രണ്ടിലല്ലേ? ഫുട്പാത്തിൽ കയറാം. അങ്ങനെ ഫുട്പാത്തിൽ കയറുമ്പോൾ ഇവിടെ വെച്ചിട്ട് അവർക്ക് ഒരെണ്ണം കൊടുക്കും കേട്ടോ. അടക്ക് മോൻ പിടിച്ചാൽ മതി, ദിവ്യ കൊടുക്കും. ഒരു മിനിറ്റ്. ചേട്ടാ ചോറ് ഒരു മിനിറ്റ്. രസം ഏതാ ദിവ്യ? രസല്യമാ സാമ്പാറിൽ രണ്ടെണ്ണ ഒരെണ്ണം. ശരി. ചോറ് ദാ. ദാ. വെള്ളം കൊടുത്തേ. ഇതാ ദിവ്യ ചോറ് കൊടുത്ത്. തുറന്നു ഒന്ന് കൊടുക്കും. സാമ്പാർ കൊടുത്തു. ചോറ് താഴെ വെച്ചിട്ടൊന്ന് എടുത്തോട്ട്. അവർ വരുന്നത് രണ്ടെണ്ണം കൊടുക്ക്. இல்ல இருக்கு வேணுமா? என்னது? കൊടുത്തു കൊടുത്തു. ഇനി എത്ര സാമ്പാർ വേണോ? ചേട്ടാ സാമ്പാർ വേണോ? ആണല്ലേ, സാമ്പാർ വേണ്ട. നമുക്കെന്നാ നിർത്താം അല്ലേ? മതിയില്ല, ഇനി ഒരു 3 എണ്ണയുള്ളൂ. അതെ, അമങ്ങിയിട്ടുണ്ട്. ആ ബോക്സ് അതിൻ്റെ അടിയിൽ വെച്ചിട്ടേ അമങ്ങി പോയിട്ടുണ്ട് ചോറ്. അത് കൊടുക്കണ്ട. നോക്കട്ടെ, അത് കളഞ്ഞേക്കാം. ആ ചോറ് കൊടുക്കണ്ട, അത് അമങ്ങി ആ ബോക്സ്. നിർത്താം. 3 എണ്ണല്ലേ ഉള്ളൂ, അത് വേണ്ട.
3 ചോറ് ബോക്സിലായിട്ട് അങ്ങനെ അമങ്ങിപ്പോയി. അത് കൊടുത്താൽ ശരിയാവില്ല, വേണ്ട. അമങ്ങിപ്പോയതല്ലേ, അത് കൊടുക്കണ്ട. നമ്മൾ ഏറ്റവും അടിയിൽ നിന്നതല്ലേ, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടോ. 3 ബാലൻസ് ആയി. പക്ഷെ കൊടുക്കാൻ എനിക്കൊരു ഇഷ്ടമില്ല. അത് അമങ്ങിയിരിക്കുന്ന ചോറ്. അപ്പോൾ അതുകൊണ്ടേ അത് കൊടുക്കണ്ട, കൊടുത്താൽ ശരിയാവില്ല. ഓക്കെ, അപ്പം അങ്ങനെ. അതെ, മാധവൻ ലോഡ്ജിലെ വിശ്വേട്ടനാണ് കൂടെയുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരേഷൻ കി ജയ്. ഹരേ കൃഷ്ണ.